ഇന്നലെ പറഞ്ഞു വെച്ചത് മൂസ ഇബ്നു ഇമ്രാൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ച ഒരു ഹദീസ്. അദ്ദേഹം പറഞ്ഞു, സമിഅതു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു പറയുന്നതായിട്ട് ഞാൻ കേട്ടു. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഒരു ഹദീസ് പറഞ്ഞു, ഞാൻ പറയുന്നതായിട്ട് ഞാൻ കേട്ടു. എന്താണ് പറഞ്ഞത്? ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന ഫിൽ ജന്നത്തി നഹ്റൻ യുഖാലു ലഹു റജബുൻ. സ്വർഗത്തിൽ ഒരു നദിയുണ്ട്, സ്വർഗത്തിൽ ഒരു പുഴയുണ്ട്. അതിന്റെ പേരെന്താണ്? റജബുൻ, റജബ് എന്നാണ്. ഇപ്പൊ നമ്മുടെ നാട്ടിൽ ഒരുപാട് നദികളുണ്ട്, വേറെ വേറെ പേരുണ്ടല്ലേ. അപ്പൊ സ്വർഗത്തിൽ ഒരു നദിയോ വേറെ നദിയുണ്ട്, അതിൽപ്പെട്ട ഒരു നദി സ്വർഗത്തിലുണ്ട്. അതിന്റെ പേരാണ് റജബ് എന്ന്. അതിന്റെ വിശേഷത എന്താണ്? അത് അശദ്ദു ബയാളം മിനൽ ലബനി, പാലിനേക്കാളും വെളും. നാം ദുനിയാവിൽ കുടിക്കുന്ന പാലുണ്ടല്ലോ, അതിന് ഉദാഹരണം പറഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പാലിനേക്കാളും വെളുപ്പുള്ളത്, വെളുപ്പിന് സാധാരണ വെളുപ്പ്, വളരെ ശക്തിയായ വെളുപ്പുള്ളത്. വഅഹ്ലാ മിനൽ അസ്രി, തേനേക്കാളും മധുരമുള്ളത്. ദുനിയാവിൽ നമുക്ക് കിട്ടുന്ന തേൻ, അതൊരു ഉദാഹരണം പറഞ്ഞതാണ് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി. പക്ഷേ സ്വർഗത്തിന്റെ തേൻ അതൊന്നും അല്ല. അതിനേക്കാളും എത്രയോ എത്രയോ ശുദ്ധിയാണ്, പരിശുദ്ധമായതാണ്. നമ്മുടെ ബുദ്ധിക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഹബീബായ മുത്തുനബി പറയുന്നു, തേനേക്കാളും മധുരമാണ് അതിന്റെ ടേസ്റ്റ്. അതാരിക്കാണ്? എന്നിട്ട് പറഞ്ഞു, മൻ സ്വാമ യൗമൻ മിൻ റജബ്, റജബ് മാസത്തിൽ ആരെങ്കിലും ഒരു നോമ്പ് നോക്കിയെങ്കിൽ, ചമ്മ നോമ്പ് നോക്കുന്ന വിഷയം ഇവിടെ അത് എത്രയും ഉണ്ടാവും. അതേ സമയത്ത് ഒരു നോമ്പ് റജബ് മാസത്തിൽ സുന്നത്തായ ഒരു നോമ്പ് നോക്കിയാൽ സഖാഉല്ലാഹു മിൻ ദാലിക്കൻ നഹർ, ആ തേനേക്കാളും മധുരമുള്ള, പാലിനേക്കാളും വെളുപ്പുള്ള റജബ് എന്ന് പേരുള്ള ആ നദിയിൽ നിന്നിട്ട് ആ വെള്ളത്തെ ആ നോമ്പ് നോക്കിയവനേക്ക് കുടിപ്പിക്കപ്പെടും. അള്ളാഹു കുടിപ്പിക്കും. സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റജബ് മാസത്തിൽ നോമ്പ് നോക്കൽ സുന്നത്ത്. മഹാന്മാരായ ഔലിയാക്കന്മാർ, ആരിഫീങ്ങൾ, അവർ റജബിലും ഷഅബാനിലും അതേപോലെ റമദാൻ മാസം തുടരെയായിട്ട് 3 മാസം നോമ്പ് നോക്കിയ മഹാന്മാരും, അതല്ല റജബ് മാസം ഫുള്ളായിട്ട് നോമ്പ് നോക്കിയ മഹാന്മാരും. ഓരോ നോമ്പിനും ഓരോ മഹത്വം പറയുന്നുണ്ട്. അതേപോലെ അനസ് റളിയല്ലാഹു അൻഹു മറ്റൊരു ഹദീസുണ്ട്, ഒരാള് മൻ സ്വാമ സലാസത അയ്യാമി മിനശ് ശഹ്റിൽ ഹറാം, ഈ ബഹുമാനമാക്കപ്പെട്ട റജബ് മാസത്തിൽ, അഥവാ യുദ്ധം നിഷിദ്ധമായ ഈ ബഹുമാനമാക്കപ്പെട്ട റജബ് മാസത്തിൽ ഒരാൾ 3 നോമ്പ് നോക്കിയെങ്കിൽ, ഒരാൾ 3 നോമ്പ്, എപ്പെല്ലാം? അൽ ഖമീസ് വൽ ജുംഅ വസ്സബത്, വ്യാഴാഴ്ച, വ്യാഴാഴ്ച, ജുംഅ ദിവസം, ശനിയാഴ്ച, അങ്ങനെ ഒരാൾ 3 ദിവസം നോമ്പ് നോക്കിയാൽ കതബല്ലാഹു ലഹു ഇബാദത 900 സന, 900 വർഷ, 900 കൊല്ലം ഇബാദത്ത് ചെയ്തതിന്റെ പ്രതിഫലത്തെ അള്ളാഹുവിലേക്ക് എഴുതി കൊടുക്കും. അപ്പോൾ റജബിനിക്ക് വല്ലാത്ത ബഹുമാനമുണ്ട്. റജബ് മാസത്തിന് നോമ്പ് നോക്കലും വല്ലാത്ത ബഹുമാനമുണ്ട്. അങ്ങനെ ഒരുപാട് വിഷയങ്ങൾ പരിശുദ്ധമായ റജബ് മാസത്തിലുള്ള നോമ്പിനെ കുറിച്ച് ഒരുപാട് വിഷയങ്ങളുണ്ട്. അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഒരു ദിവസം ഞാൻ മുആദ് റളിയല്ലാഹുവിനെ കണ്ടുമുട്ടി. മുആദ് റളിയല്ലാഹു മുത്തുനബിയുടെ വലിയ സ്വഹാബിയാണ്. ഞാൻ അയാളെ ചരിത്രം പറഞ്ഞിട്ടുണ്ട്. ഞാൻ മുആദ് റളിയല്ലാഹുവിനെ എനിക്ക് കാണാൻ സാധ്യമായിട്ട്, അപ്പൊ കണ്ടപ്പോഴാണ് കേട്ട, നീ എവിടുത്തെ വന്നോട്ടുള്ള ആറ്, നീ എവിടെ പോയിട്ട് വന്നോ, ഏത് സ്ഥലത്തിട്ടാണ് നിങ്ങൾ വരുന്നത്, എവിടുന്നാണ് വരുന്നത്? മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഞാൻ ഹബീബായ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ മുട്ടത്തിൽ ഇന്ന് തങ്ങളുടെ അടുക്കലായിരുന്നു. ആ തങ്ങളെ മജ്ലിസിൽ നിന്നിട്ടാണ് ഞാൻ വരുന്നത്, മുത്തുനബിന്റെ മജ്ലിസിൽ നിന്നിട്ടാണ് ഞാൻ വരുന്നത്. അപ്പോൾ അനസ് റളിയല്ലാഹു അൻഹു സ്വഹാബിയാകുന്ന മുആദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നത്, എന്താണ് ഹബീബായ മുത്തുനബി ആ മജ്ലിസിൽ വെച്ച്
പഠിപ്പിച്ചു തന്നത്. ആ മജ്ലിസ് എന്തെങ്കിലും പഠിപ്പിച്ചു തന്നിട്ടുണ്ടോ, എന്തെങ്കിലും ഹദീസ് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ ബഹുമാനപ്പെട്ട മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ സ്വാമ യൗമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹി തആല ദഖലൽ ജന്ന. മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു കൊടുത്തു, ആരെങ്കിലും റജബ് മാസത്തിൽ ഒരു സുന്നത്ത് നോമ്പ് നോക്കിയാൽ യബ്തഗി ബിഹി വജ്ഹല്ലാഹി തആല, ആ നോമ്പ് കൊണ്ട് അല്ലാഹുവിന്റെ അടുക്കൽ പൊരുത്തം കിട്ടണം, റബ്ബിന്റെ തൃപ്തി കിട്ടണം, അല്ലാഹുവിന്റെ അടുക്കൽ നല്ല കൂലി സവാബ് കിട്ടണം എന്ന് അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഒരാൾ റജബ് മാസത്തിൽ ഒരു നോമ്പ് നോക്കിയാൽ ദഖലൽ ജന്ന, അവനെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കടത്തും. പറഞ്ഞു കൊടുത്തു. ഇന്നത്തെ മുത്തുനബിന്റെ ഹദീസാണ് ഇത്. മുത്തുനബി പറഞ്ഞതാണ്, റജബ് മാസത്തിൽ അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി ഒരു നോമ്പ് നോക്കിയാൽ ദഖലൽ ജന്ന, സ്വർഗത്തിലേക്ക് അല്ലാഹുവിനെ കടത്തും. സയ്യിദുനാ അനസ് റളിയല്ലാഹു അൻഹു ഇലാ ഹദ്റത്തി റസൂലില്ലാഹി, മുത്തുനബിന്റെ ഹദ്റത്തിലേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലേ, ഞാൻ മുആദ് റളിയല്ലാഹു അൻഹു കണ്ടുമുട്ടി. മുആദ് റളിയല്ലാഹുവിനെ കാണാൻ എനിക്ക് സാധിച്ചു. ആ മുആദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലാഹുവിന്റെ വജ്ഹിന് വേണ്ടി റജബ് മാസത്തിൽ ഒരാൾ നോമ്പ് നോക്കിയാൽ അവനെ സ്വർഗത്തിലേക്ക് അല്ലാഹു തആല കടത്തും. ഇത് തങ്ങൾ പറഞ്ഞ ഹദീസാണോ? ഇത് തങ്ങൾ പറഞ്ഞതാണോ? അദ്ദേഹം പറഞ്ഞ സത്യമാണോ? അപ്പോഴാണ് ഹബീബായ മുത്തുനബി പറഞ്ഞത്, അതേ അനസേ, അദ്ദേഹം പറഞ്ഞത് സത്യമാണ്. അദ്ദേഹം പറഞ്ഞ സത്യമാണ്. നിർത്തിയില്ല, 3 പ്രാവശ്യം പറഞ്ഞു, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. മൻ സാമ യൗമൻ മിൻ റജബിൻ യബ്തഗി ബിഹി വജ്ഹല്ലാഹി തആല ദഖലൽ ജന്ന. ഈ ഹദീസ് ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് 3 വട്ടം അനസ് റളിയല്ലാഹു അൻഹു മുത്തുനബി പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, റജബ് മാസത്തിലേക്ക് ബഹുമാനമില്ല, റജബിൽ പ്രത്യേകമായിട്ട് നോമ്പ് നോക്കേണ്ടതില്ല, റജബിനെ ആദരിക്കേണ്ടതില്ല എന്ന് പറയുന്നവർക്ക് മറുപടിയാണ്, അല്ലാഹുവിന്റെ റസൂൽ കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ റജബ് മാസത്തെ ബഹുമാനിച്ചിട്ടുണ്ട്, റജബിൽ സുന്നത്ത് നോമ്പ് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അല്ലാഹുവേ, ഈ പരിശുദ്ധമായ റജബ് മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് ഞങ്ങൾക്ക് നീ അഫു ചെയ്യണം റഹ്മാനേ. ഇനി ഇൻഷാ അല്ലാഹ് നാളെ ഒരു ചരിത്രമുണ്ട്. സയ്യിദുനാ റൂഹുല്ലാഹി ഈസാ നബി അലൈഹിസ്സലാം കണ്ട ഒരു അത്ഭുതം. ഈസാ നബി അലൈഹിസ്സലാം ഒരു പർവ്വതത്തിന്റെ താഴ്ഭാഗത്ത് ഇങ്ങനെ നടന്നു പോവുകയാണ്, യാത്ര ചെയ്യുകയാണ്. അപ്പോൾ ഒരു പർവ്വതത്തെ കണ്ടു. ആ പർവ്വതത്തിനോട് സംസാരിച്ചു. ആ പർവ്വതത്തിലുള്ള അത്ഭുതങ്ങളെ പുറത്തു കൊണ്ടുവരാൻ അള്ളാഹുവിനോട് ദുആ ചെയ്തു. ആ ഒരു ചരിത്രം ഇൻഷാ അല്ലാഹ് നാളത്തെ ക്ലാസ്സിൽ പഠിക്കാം. അർഹമുർ റഹീമായ അള്ളാഹു നമുക്ക് നമ്മളെ ഒക്കെ കബൂൽ ചെയ്യുമാറാകട്ടെ.